4ാം ക്ലാസ്സിലെ മലയാള പാഠഭാഗത്തിലെ കാട്ടിലെ കായികോത്സവം അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് കുട്ടികളിവിടെ നടത്തുന്നത്. ഈ പാഠഭാഗത്തെ വിവിധ സാധ്യതകൾ അവർ കൂട്ടായി ആലോചിക്കുകയും അതിനനുസരിച്ചൊരു സ്ക്രിപ്റ്റ് ക്ലാസ് മുറിയിൽ രൂപപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ മറ്റു സാധ്യതകൾ, ഇപ്പോൾ TV വാർത്താ അവതരണ രീതി, ഇൻ്റർവ്യൂ രീതി, പാഠഭാഗത്തെ കവിതയാക്കി മാറ്റി അതിനുള്ള നൃത്ത ചുവടുകൾ രൂപപ്പെടുത്തിയെടുത്ത് പഠനത്തെ വളരെ രസകരമായ രീതിയിൽ വിവിധ തലങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള ഒരു അവതരണമാണ് കുട്ടികളിവിടെ നടത്തുന്നത്. മിക്ക പാഠഭാഗത്തെയും ഇത്തരത്തിൽ അതിൻ്റെ മറ്റു സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിലേക്ക് കുട്ടികൾ കൊണ്ടുപോകാറുണ്ട്. ഇത്തരം സാധ്യതകൾ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലേക്കും എത്തിപ്പെടാൻ കഴിഞ്ഞുവെങ്കിൽ, മറ്റു കുട്ടികൾക്കും ഇത് ഏറ്റെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ, അവർക്കൊരു വെളിച്ചം വീശാൻ കഴിഞ്ഞുവെങ്കിൽ ഞങ്ങളുടെ ശ്രമം സഫലമായി. കായികോത്സവം ഹായ് ഗൈസ്, ഞാനാണ് വ്ളോഗർ കുഞ്ഞേത്തത്ത. നാട് ചുറ്റാൻ ഇറങ്ങിയതാണ്. ഹലോ മൈക്ക് ചെക്ക്. ബംഗ്ലാ സ്കൂളിൽ കായികോത്സവം തുടങ്ങുകയാണ്. എവിടെ നിന്നാണ് ഈ ശബ്ദം? ആവശ്യത്തിന് നോക്കിയാൽ ഒരു ഈച്ചയെ പോലും കാണില്ല. ആഹാ, തേടിയ വള്ളി കാലിൽ ചുറ്റി. പൊന്മാനെ, എവിടെ നിന്നാണ് മൈക്ക് അനൗൺസ്മെന്റ് കേൾക്കുന്നത്? ബംഗ്ലാ സ്കൂളിൽ നിന്നാണ് ഈ മൈക്ക് അനൗൺസ്മെന്റ് കേൾക്കുന്നത്. അവിടെ എന്താണ് പരിപാടി? കായികോത്സവം. കായികോത്സവമോ? അതെന്താ? ഓട്ടം, ചാട്ടം, കസേര കളി, മരം കയറ്റം, ലോങ് ജംപ്, ഹൈ ജംപ്, ഇങ്ങനെ എല്ലാം ഉള്ളൊരു മേളയാണ്. അങ്ങനെയോ? ആഹാ, ഈ പാലമരത്തിന്റെ മുകളിൽ കയറിയിരിക്കാം. അക്ഷരമധുര ചെപ്പു നിറച്ചൊരു വിദ്യാലയമുണ്ടേ. അറിവിൻ പൂക്കൾ തണലേകുന്ന വീഥികളിവിടുണ്ട്. നാടിന്നവൃതായ അക്ഷരമെട്ടം പകർന്നു നൽകിയിടും ബംഗ്ലാവെന്നൊരു. ഇതാര്? നമ്മളെ വ്ളോഗർ കുഞ്ഞേത്തത്തയല്ലേ? ആഹാ, നിങ്ങളുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്. എന്തിനു വന്നതാ? ഓ, ബംഗ്ലാ സ്കൂളിൽ കായികോത്സവമല്ലേ? അത് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാനായിരിക്കും വന്നത്. അതെ അതെ. കാട്ടിലിപ്പോൾ എന്താ വിശേഷങ്ങൾ? ഞങ്ങളുടെ കാട്ടിൽ ഇപ്പോൾ രാജഭരണമല്ല, ലോറ എന്ന പെൺസിംഹത്തിനാണ് കാടിന്റെ ഭരണ ചുമതല. കഴിഞ്ഞ വേനൽക്കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ ചക്കുകൊമ്പനെ ഫോട്ടോ ഫിനിഷിൽ എന്ന പോലെ മറികടന്നാണ് ലോറ തിരഞ്ഞെടുക്കപ്പെട്ടത്. അണ്ണാൻ കുഞ്ഞെ, നീ എന്റെ കാട്ടിലേക്ക് വരുന്നോ? എന്നെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഞാൻ തീർച്ചയായിട്ടും വരും. അണ്ണാൻ കുഞ്ഞെ, ഇതാണ് ഞങ്ങളുടെ കാട്ടിലെ മന്ത്രിയായ ലോറ. അങ്ങനെയോ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സയൻസ് സഭ ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഇന്നലത്തെ സയൻസ് സഭയിൽ നാട്ടുമനുഷ്യർ കാട്ടിൽ ആക്രമിക്കാതിരിക്കാൻ നമ്മളൊരു പദ്ധതി ഇട്ടിരുന്നു. അത് എത്ര വിജയകരമായിരുന്നു! ഇതിനെപ്പറ്റി ആർക്കെങ്കിലും പറയാനുണ്ടോ? അതെ, നമ്മുടെ പദ്ധതി വൻ വിജയമായിരുന്നു. 24 മണിക്കൂറും നമ്മുടെ പട്ടാളം കാവിൽ നിന്നത് കൊണ്ടാണ് ഈ വിജയം. മരം വെട്ടുക, തീയിടുക, നമ്മളെ ആക്രമിക്കുക, ഇതൊന്നും ചെയ്തിട്ടില്ല. കുഞ്ഞേത്തത്തെ, എന്താണ് ഇന്നത്തെ പുതിയ വിശേഷം? ഞാൻ നാട് ചുറ്റാൻ ഇറങ്ങിയപ്പോൾ ബംഗ്ലാ സ്കൂളിൽ കായികോത്സവം നടക്കുന്നത് കണ്ടോ? നമ്മുടെ കാട്ടിലും ഇത്തവണ കായികോത്സവം നടത്തണം. അതെന്താ? അത് ഞാൻ കേട്ടിട്ടും കൂടി ഇല്ലല്ലോ. ഡിങ്കു, നീ ഇടയ്ക്കേറി കളിക്കല്ലേ? അവൾ കുഞ്ഞെടുത്ത മുഴുവനും പറയട്ടെ. കാട്ടിൽ എല്ലാ മൃഗങ്ങളും കൂടി ചേർന്നുള്ള കായിക മത്സരങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ കുഞ്ഞെടുത്തത്തെ, ഇന്നലെ ഉച്ചയ്ക്ക് നീട്ട ലൈവ് വീഡിയോ ഇല്ലേ, അത് ഞാൻ കണ്ടിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അതുപോലത്തെ ഒന്നല്ലേ? അതെ അതെ. മേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം?
ഓട്ടം, ചാട്ടം, കസേരകളി, മരങ്കേറ്റം, ലോങ് ജംപ്, ഹൈ ജംപ്, റിലേ, നാരങ്ങ സ്പൂൺ ഇങ്ങനെയുള്ള പല ഇനങ്ങളും ഉണ്ട്. എന്നാൽ ശരി, നാളെ തന്നെ നടത്താം. നിർത്ത്, ധൃതി പിടിക്കല്ലേ. ഒരുക്കങ്ങൾക്കും മറ്റു സമയം വേണം കീര, അല്ലെങ്കിൽ കളി കുളമാവൂ. കായികോത്സവത്തിന് വേണ്ടി നമ്മൾക്കൊരു കമ്മിറ്റി രൂപീകരിക്കാം. നീലവാഞ്ഞരൻ കുരങ്ങൻ കായികമേള കമ്മിറ്റിയുടെ ചെയർമാനും മിന്നുമുയൽ കൺവീനറും. ഞാൻ നീലവാനര കുരങ്ങനെ പിന്താവുന്നു. ഞാൻ മിന്നുമുയലെ പിന്താവുന്നു. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ അടുത്ത ഞായറാഴ്ച സായന സഭയ്ക്ക് മുമ്പ് പേര് തരണം. നാളെ മുതൽ പേര് കൊടുത്തു തുടങ്ങിക്കോളൂ. എന്നാൽ 90 മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കാം. എന്നാൽ എൻ്റെ പേര് ഇപ്പോൾ തന്നെ വിളിച്ചോ. ഞാനാണ് ചിന്നനാമ. 50 മീറ്റർ ഓട്ടത്തിന് ഞാനുണ്ട്. ചിഹ്നനുള്ള സ്ഥിതിക്ക് ഞാനുമുണ്ട്. എൻ്റെ പേരാണ് മിന്നുമുയൽ. ഞങ്ങൾ 2 പേരുമുള്ള മത്സരം ലോക പ്രശസ്തമാണ്. മാത്രമല്ല കളർഫുൾ ആണ്. ഇത്തവണ എന്തായാലും ഞാൻ ചിഹ്നനെ തോൽപ്പിച്ചിരിക്കും. എന്നാലേ ഇപ്രാവശ്യത്തെ വനദിനത്തിലായാലോ? അങ്ങനെ മതിയോ? എന്നാൽ നമുക്ക് കായികോത്സവം നടത്തുന്ന ഗ്രൗണ്ടിൽ വെച്ച് കാണാം. അങ്ങനെ കിങ്ങിണിക്കാട്ടിലെ മൃഗങ്ങൾ ആഗ്രഹിച്ച കായികോത്സവം വന്നെത്തി. പുലരും മുമ്പ് തന്നെ കാട് മുഴുവൻ മൈതാനത്തിലെത്തി. രണ്ണം ചീറ്റ പുലി മാർച്ച് പാസ്റ്റിൽ സയോഡ് സ്വീകരിച്ചതോടെ മത്സരങ്ങൾ ആരംഭിച്ചു. അയൽക്കാടുകളിൽ നിന്നടക്കമുള്ള വനമാധ്യമ പ്രവർത്തകരും ബ്ലോഗർമാരും ക്യാമറകളും ഡ്രോണുകളുമായി കളത്തിലിറങ്ങി. അതോടെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു. മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ ദീർഘദൂര ഓട്ട മത്സരത്തിന് പുള്ളി പേര് വിളിക്കാൻ തുടങ്ങി. വടക്കേ മൂലയിൽ പുള്ളിമാൻ ലോങ് ജമ്പിന് തുടക്കമിട്ടു. കാട്ടുചോലയിൽ പൊന്മാന്റെ നേതൃത്വത്തിൽ മുങ്ങാങ്കുഴി ആരംഭിച്ചു. എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആവേശം മൂത്ത് ചിലയിടത്തൊക്കെ കാണികൾ കളത്തിലിറങ്ങി. അതോടെ കളിക്കാരമാവുകയും ചെയ്തു. അച്ചടക്ക കമ്മിറ്റി കൺവീനറായ അച്ചുകടുവ സംയോജിതമായി ഇടപെട്ടു. അങ്ങനെയാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത്. അച്ചുവിനോട് കളിച്ചാൽ അവൻ കളിപ്പഠിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. വിജയികളെ അപ്പോൾ വിജയപീഠത്തിൽ കയറ്റി നിർത്തി മെഡലും പൂമാലയും നൽകി അനുമോദിച്ചു. മൈതാനത്ത് ആർപ്പുവിളികൾ ഉയർന്നു. ക്യാമറകൾ തുരുതുരാ മിന്നി. ജേതാക്കൾ സന്തോഷക്കണ്ണീരണിഞ്ഞു. പൊരുതിത്തോറ്റവർ പുഞ്ചിരി കൊണ്ട് സങ്കടക്കണ്ണീർ മായ്ച്ചു കളഞ്ഞു. ലോറയും ചില മത്സരങ്ങളിൽ ഒരു കൈ നോക്കി. പഞ്ചഗുസ്തിയിൽ നേടിയ വെങ്കലം കൊണ്ട് അവൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. എങ്കിലും ഒട്ടും നിരാശ തോന്നിയില്ല. മേള ഒട്ടും തീർന്നു പോകരുതേ എന്ന് ഓരോരുത്തരും കൊതിച്ചു. കളികളിൽ മുഴകുമ്പോൾ വിശപ്പും വിഷമവും മറന്നതായി അവർ തിരിച്ചറിഞ്ഞു. നമസ്കാരം, വൻദർശൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കുഞ്ഞേത്തത്ത. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കിങ്ങിണിക്കാട്ടിലെ കായികോത്സവം തകൃതിയായി അരങ്ങേറുകയാണ്. കിങ്ങിണിക്കാട്ടിലെ കായികോത്സവത്തെ പറ്റി തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ നമ്മളുടെ റിപ്പോർട്ടർ മിന്നുമുയൽ ഇനിയുണ്ട്. നമസ്കാരം മിന്നുമുയൽ, കാട്ടിലെ കായികോത്സവത്തെ പറ്റി ഒന്ന് വിശദീകരിക്കൂ. നമസ്കാരം കുഞ്ഞേരിത്തത്തെ. ഞാനിപ്പോൾ നിൽക്കുന്നത് കിങ്ങിണിക്കാട്ടിലെ കറുകപ്പുൽ മൈതാനത്തിന്റെ സമീപത്തുള്ള കാട്ടുചോലയ്ക്ക് അരികിലാണ്. കാട്ടിലെ കായികോത്സവത്തിന്റെ ഭാഗമായുള്ള മുങ്ങാങ്കുഴി മത്സരം അല്പനിമിഷങ്ങൾക്കകം തുടങ്ങാൻ പോവുകയാണ്. പൊന്മാനിത സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. വമ്പൻ മുതലയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പെട്ടെന്നൊരു കുതിപ്പിൽ ചിന്നനാമയും ചക്കക്കൊമ്പനും വമ്പൻ മുതലയെ മറികടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാ മത്സരം അവസാനിച്ചിരിക്കുന്നു. ചിന്നനാമ ഇതാ വിജയിച്ചിരിക്കുന്നു. ആശംസകൾ ചിന്നനാമേ. വമ്പൻ മുതല 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. വിജയികളെല്ലാം വിജയപീഠം വിട്ടിറങ്ങിക്കഴിഞ്ഞു. കാട്ടിലെ കായികോത്സവത്തിന്റെ സമാപന ആഘോഷം അല്പനിമിഷങ്ങൾക്കകം തുടങ്ങാൻ പോവുകയാണ്. വനദർശൻ ചാനലിനു വേണ്ടി ക്യാമറാമാൻ ചെമ്പന്തിനൊപ്പം റിപ്പോർട്ടർ മിന്നുമുയൽ. എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിന് പുറമെ കായികോത്സവം നടത്തും. പ്രായമായവർക്കും ശാരീരിക പരിമിതികൾ ഉള്ളവർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തും. നമസ്കാരം, ഞാൻ
ചെമ്പരുന്ത്, വനദർശൻ ചാനലിലെ റിപ്പോർട്ടർ. താങ്കളുമായി ഒരു അഭിമുഖം ചെയ്യാൻ വന്നതാണ്. താങ്ക് യു. ഇരിക്കൂ. കാട്ടിലെ കായികോത്സവം വളരെ ഗംഭീരമായി നടന്നിരുന്നു. ആശംസകൾ. നന്ദി. കാട്ടിലെ കായികോത്സവത്തെ കുറിച്ച് ആരാണ് സൂചന എത്തിച്ചത്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബ്ലോഗർ കുഞ്ഞെടുത്ത. അവൾ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി ഓരോരോ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് സായന സഭയിൽ വന്ന് പറയും. അത് എല്ലാവരും കൂടി ഒത്തുചേർന്നാണ് ഈ കായികോത്സവം നടത്തിയത്. പഞ്ചഗുസ്തിയിൽ വെങ്കലം കിട്ടിയതുകൊണ്ട് വിഷമമുണ്ടോ? ഇല്ല, എനിക്ക് ഈ കായികോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷം. പഞ്ചഗുസ്തിയിൽ വെങ്കലം കിട്ടിയാൽ നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടില്ലേ? ഇല്ല, ശക്തിയിലല്ല പ്രധാനം, ബുദ്ധിയിലും കഴിവിലുമാണ് കാര്യം. ഇനിയും ഈ കാട്ടിൽ കായികോത്സവം നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. അടുത്ത കാടുകളിലെ മൃഗങ്ങളുമായി ഇനിയും ഈ കാട്ടിൽ കായികോത്സവം നടത്തുന്നുണ്ടോ? അതെ, ഈ കാടിൽ നിന്ന് വിജയിച്ച മൃഗങ്ങളും അടുത്ത കാടുകളിൽ നിന്ന് വിജയിച്ച മൃഗങ്ങളും കൂടി കായിക ഒളിമ്പിക്സ് നടത്തും. വളരെ നല്ല കാര്യം. ഇനി വരുന്ന കായികോത്സവത്തിന് വല്ല മാറ്റം വരുത്തുന്നുണ്ടോ? അതെ, പ്രായമായവർക്കും ശാരീരിക പരിമിതികൾ ഉള്ളവർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തും. താങ്ക് യു. നന്ദി. കായികോത്സവം കായികോത്സവം, കാട്ടിലുള്ള കായികോത്സവം, കാട്ടിലാദ്യമായോത്സവം. നാട്ടിലുള്ള പോലെയല്ല മത്സരം, ഒരുമയുടെ കൈകൾ കോർത്ത മത്സരം, സ്നേഹത്തിൻ വിജയത്തീരോ മത്സരം. ഒത്തുചേർന്ന് തെളിമയിൽ നിൽക്കും ചുവടുകൾ, ആർപ്പുകൾ, ആവേശം. നീട്ടി വിളിച്ചു ആനച്ചേട്ടൻ, ഓടാം ചാടാം വിജയിക്കാം, ഓടിച്ചാടി മുന്നേറാം. കാട്ടിൽ മുഴുവൻ കരഘോഷം, സന്തോഷത്തിൻ തുടിതാളം. മാനും മയിലും മുയലും ചേർന്നൊരു മാമലകേറ്റം കാണാലോ. മുങ്ങാൻ പൊങ്ങാൻ വിരുദൻ പൊന്മാൻ നിതനുകൾ വാരിക്കൂട്ടുന്നു. മിന്നലു പോലെ പായും മുയലെ പഞ്ഞിക്കിട്ടൊരു ആമച്ചി. ശരവേഗത്തിൽ ചീരിപ്പാന്നു ചീറ്റപ്പുലിയൊരു വമ്പത്തി. പഞ്ചഗുസ്തിയിൽ പഞ്ചുപോയി ലോര ജോറായി നിൽപ്പുണ്ട്. ആർപ്പുകൾ ആരവമാടുന്നു, കാണികൾ നൃത്തം ചെയ്യുന്നു. പോലെ ഞാലിപ്പാട്ടുണ്ട്, കുയിലിൻ കൂവൽ കൂട്ടുണ്ട്. തന്തനക തന്തനക തന്തിനം താരോ, തന്തനക തന്തനക താനേ തന്തക, തന്തനക തന്തനക തന്തിനം താരോ, തന്തനക തന്തനക താനേ തന്തക. കായികമേളയെടുത്തല്ലോ, കാട്ടിലെ കായികമേള ഇതാ. ആരാരും തോൽക്കാത്ത സൗഹൃദ പൂക്കൾ വിരിയുന്ന കായികമേള കണ്ടിടാം.